ഹായ് വെൽക്കം ബാക്ക് ഡിയർ ചിൽഡ്രൻ. എല്ലാവരും പഠിക്കാനൊക്കെ തുടങ്ങി, സ്കൂളിൽ പോയി. നല്ല കാര്യം, സന്തോഷം. കാരണം ഇത്രയും നാൾ നമുക്ക് കോവിഡ് കാരണം പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് റിയൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്റർ ഒരുവിധം ഫിനിഷ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, എന്ത് പഠിക്കുമ്പോഴും അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. അല്ലാതെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു, പക്ഷേ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഒരുപാട് കുട്ടികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താ അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കാതെ പഠിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എക്സസൈസ് 1.3 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 5 ഈസ് ഇറാഷണൽ. അപ്പോൾ ഈ ഇറാഷണൽ പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു തിയറം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അതാണ് തിയറം 1.3. ലെറ്റ് പി ബി എ പ്രൈം നമ്പർ ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ പി ഡിവൈഡ്സ് എ വേർ എ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഇതാണ്. അപ്പോൾ എന്താ നമുക്ക് എക്സാമ്പിൾ ചെയ്ത് മനസ്സിലാക്കാം. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, പി ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ അത് എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ എനെയും ഡിവൈഡ് ചെയ്യും. എ എന്ന് പറയുന്നൊരു പോസിറ്റീവ് ഇൻറ്റിജർ. ഫോർ എക്സാമ്പിൾ നോക്കിയോളൂ, 2 പി എന്ന് പറയുന്നത് 2 ആയിട്ട് വിചാരിക്കും. ഒരു പ്രൈം നമ്പർ ആണല്ലോ. ഇനി എ എന്ന് പറയുന്നൊരു പോസിറ്റീവ് ഇൻറ്റിജറാണ്. ലെറ്റ് എ ബി 4. അപ്പോൾ 4ൻ്റെ സ്ക്വയർ എ സ്ക്വയർ 16. ഓക്കെ, മനസ്സിലാക്കൂ. പി 2 ആയിട്ട് ഞാൻ എടുത്തു. എ എന്നൊരു പോസിറ്റീവ് നമ്പർ 4 ആണെന്ന് വിചാരിക്കൂ. എ സ്ക്വയർ അപ്പോൾ 16 ആയി. അപ്പോൾ പി എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ, ഡിവൈഡ് ചെയ്യുക മീൻസ് ദിസ് നമ്പർ ഈസ് എ ഫാക്ടർ ഓഫ് 16 എന്നാണ്. ഓക്കെ, അപ്പോൾ 16ൻ്റെ ഫാക്ടറാണ് 2 എങ്കിൽ അത് 4ൻ്റെയും ഫാക്ടർ ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഇനി അതുപോലെ ലെറ്റ് 3 ബി എ പ്രൈം നമ്പർ. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് 9 ആണെന്ന് വിചാരിച്ചോളൂ. എയുടെ സ്ക്വയർ അപ്പോൾ 81. നോക്കൂ, 81 3ൽ ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ 9ലും ഡിവിസിബിൾ അല്ലേ? ഇതാണ് ആ തിയറം. അപ്പോൾ ഈ തിയറം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം ഈ റൂട്ട് ഇറാഷണൽ പ്രൂഫിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? പ്രൂവ് ദാറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 5 ഇസ് ഇറാഷണൽ. അപ്പോൾ ഈ ഇറാഷണൽ പ്രൂഫിന് നമ്മൾ കോൺട്രഡിക്ടറി മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. കോൺട്രഡിക്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് റാഷണൽ ആണെന്ന് വിചാരിക്കും, പക്ഷേ റാഷണൽ ആണെന്ന് വിചാരിച്ച് പോകുമ്പോൾ അവിടെ ഒരു ക്ലാഷ് വരും. ദാറ്റ് ഈസ് കോൺട്രഡിക്ടറി മെത്തേഡ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് ലെറ്റ് us assume that square root of 5 is rational. ഓക്കെ, റാഷണൽ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ. എനി നമ്പർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം പി ബൈ ക്യൂ വെയർ പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് 5 ഇസ് ഈക്വൽ ടു എ ബൈ ബി വെയർ എ ആൻഡ് ബി ആർ കോപ്രൈം ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഡിനോമിനേറ്റർ 0 ആകില്ല ബിക്കോസ് ഡിവിഷൻ ബൈ 0 ഇസ് നോട്ട് ഡിഫൈൻഡ്. ഇനി എന്താണ് കോപ്രൈം എന്ന് എഴുതാൻ കാര്യം, എങ്ങനെയാണത് വന്നതെന്ന് കാണിച്ചു തരാം. നോക്കൂ, ഏതൊരു റാഷണൽ നമ്പറിൻ്റെയും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3/12 ഇത് പി ബൈ ക്യൂ ഫോമിലാണ്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് വരും? 1/4. ഓക്കെ, അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് എത്ര ഫാക്ടർ ഉണ്ടെന്ന് നോക്കൂ. ഓൺലി 1 മാത്രമേ ഇവിടെ കോമൺ ഫാക്ടർ ഉള്ളൂ. ഇനി ഏത് നമ്പറിൻ്റെ നിങ്ങളിപ്പോൾ 5/10 വാട്ട് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം? ഇറ്റ് ഈസ് 1/2. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓൺലി 1 ആസ് ദെയർ കോമൺ ഫാക്ടർ. നമ്മളങ്ങനെ ഏത് നമ്പർ റാഷണൽ നമ്പർ കൺസിഡർ ചെയ്താലും അതിൽ കോമൺ ഫാക്ടറായിട്ട് 1 മാത്രമുള്ള നമ്പേഴ്സിനാണ് എന്ത് പറയുന്നത്? കോപ്രൈം നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ഏത് റാഷണൽ നമ്പർ എടുത്താലും അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടു പ്രൂവ് സ്ക്വയർ റൂട്ട് ഓഫ് 5 ഇസ് ഇറാഷണൽ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷത്തെ ഡിലീഷൻ ഉള്ളത് കൊണ്ടാണ് എക്സാമിന് വരാഞ്ഞത്. ഇപ്പോൾ ഉണ്ടാവും കേട്ടോ.
അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ കോൺട്രഡിക്ടറി മെത്തേഡിലാണ്. കോൺട്രഡിക്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളിത് റാഷണൽ ആണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു ക്ലാഷ് വരും. അതിനാണ് കോൺട്രഡിക്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഒരു റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യുക. ഇതിൻ്റെ പ്രൂഫാണ്. ലെറ്റ് us assume that square root of 5 is rational. ജസ്റ്റ് അസംഷൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ p/q ഫോമിൽ എഴുതാമല്ലോ. സോ വി ക്യാൻ റൈറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 5 is equal to a/b, where a and b are co-prime and b not equal to 0. എന്താണ് കോപ്രൈം എന്ന് പറഞ്ഞു തരാം. കോപ്രൈം മീൻസ് 2 numbers having common factor 1 only. ഫോർ എക്സാമ്പിൾ 1 മാത്രം കോമൺ ഫാക്ടറുള്ള നമ്പേഴ്സ്. നമ്മളിപ്പോൾ ഏത് റാഷണൽ നമ്പർ കൺസിഡർ ചെയ്താലും, ഇപ്പോൾ എക്സാമ്പിൾ 4/12 ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്താ? 1/3 അല്ലേ? 1/3. 5/10 ഇതിൻ്റെ സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോം ഇസ് 1/2. 5/25 ലോവസ്റ്റ് ഫോം ഇസ് 1/5. അങ്ങനെ നമ്മൾ ഏതൊരു റാഷണൽ നമ്പർ കൺസിഡർ ചെയ്താലും അതിൻ്റെ ലോവസ്റ്റ് ഫോം എന്താ വരുന്നത്? ലോവസ്റ്റ് ഫോമിൽ ഓൾവേസ് കോമൺ ഫാക്ടർ എന്തേ വരുള്ളൂ? 1 മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 1 മാത്രം കോമൺ ഫാക്ടറുള്ള നമ്പേഴ്സിനാണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് പ്രൈം നമ്പറുമായിട്ട്, പ്രൈം നമ്പർ അല്ല ഏത് നമ്പറിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 8 പ്രൈം അല്ല, 8ഉം 9ഉം ഇതിനകത്ത് കോമൺ ആയിട്ട് 1 മാത്രമേ ഫാക്ടർ ഉള്ളൂ. അങ്ങനെ ഏത് നമ്പേഴ്സും, ഇപ്പോൾ 8 and 25, 7, 10 നോക്കൂ, ഈ നമ്പേഴ്സിലെല്ലാം കോമൺ ഫാക്ടർ എത്രയേ ഉള്ളൂ? 1. അങ്ങനെ ദീസ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആർ കോൾഡ് കോപ്രൈം നമ്പേഴ്സ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കോപ്രൈം എന്നെടുത്ത് നോക്കൂ, അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിൽ ഓൾവേസ് 1 മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളൂ. അതാണ് നമ്മളവിടെ a/b എന്നെടുത്തിട്ട് കോപ്രൈം എഴുതിയപ്പോൾ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി സ്ക്വയറിങ് ബോത്ത് സൈഡ്, രണ്ട് സൈഡ് നമുക്ക് സ്ക്വയർ ചെയ്യാം. അപ്പോൾ √5 square is equal to a/b the whole square. ഓക്കെ, √5ൻ്റെ സ്ക്വയർ നമുക്കറിയാം, ഇറ്റ് ഈസ് 5 ആണ്. സോ വി ഗെറ്റ് a²/b². ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 5 means 5/1. സോ വി ഗെറ്റ് a² equal to 5b². കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ നമ്മൾ നേരത്തെ ഒരു തിയറം 1.3 പറഞ്ഞില്ലേ, ഇതിൻ്റെ മീനിങ് എന്താണ്? 5 divides a². സോ 5 divides a ഓൾസോ. അതാണ് ഇവിടുത്തെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? therefore 5 divides a², therefore 5 divides a. ഇവിടെ എന്ത് എഴുതണം? തിയറം 1.3 അല്ലേ? ഓക്കെ, ഇത് 5 divides a² മീൻസ് 5 is a factor of a² എന്നാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ 5 ഇതിൻ്റെ ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ ഏതൊരു 5 വരുന്ന മൾട്ടിപ്ലൈ കൊണ്ട് നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. സോ വി ക്യാൻ റൈറ്റ് a is equal to 5c for some integer c. എന്തുകൊണ്ടാണ്? ബിക്കോസ് 5 അതിൻ്റെ ഫാക്ടറാണ്. അപ്പോൾ 5 കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും അത് കറക്റ്റായിരിക്കും അല്ലേ? ഇനി a is equal to 5c എഴുതി. ഇനി ഇവിടെ ഇതേപോലെ സ്ക്വയർ ചെയ്തേ. സോ a² equal to 25c². റൈറ്റ്? ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക, ഇവിടെ ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. എന്നിട്ട് നോക്കിയേ, a² 5b² ഈക്വലാണ്, a² 25c² ഈക്വലാണ്. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ലോ ഇവിടെ. ഓർ യു ക്യാൻ റൈറ്റ് ഫ്രം 1 and 2 എന്ത് വരും? 5b² 25c² ഈക്വൽ ആയില്ലേ? നമ്മൾ ഈ a² പ്ലേസിൽ എന്തെഴുതുന്നു? 5b². ഓക്കെ, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എഴുതിയാലും മതി കേട്ടോ. 5b² is equal to 25c². both side 5 is common, so dividing both term ഇതിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ we get b² equal to 5c². ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച അതേ തിയറം,
നേരത്തെ നമ്മൾ എന്താ എഴുതിയത്? 5 ഡിവൈഡ്സ് എ സ്ക്വയർ, ദെയർഫോർ 5 ഡിവൈഡ്സ് എ. അപ്പോൾ എയുടെ ഫാക്ടർ 5 ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ ആദ്യം എങ്ങനെയാണ് പോയത്? കോപ്രൈമാണ്, ഈ എക്കും ബിക്കും ആകെ 1 മാത്രമേ ഫാക്ടർ ഉള്ളൂ എന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ ഇവിടെ കോൺട്രഡിക്ഷൻ വരുന്നുണ്ട്. എന്താണ്? 5 ഫാക്ടറായിട്ട് വരുന്നുണ്ട്. സിമിലർലി ഇവിടെ നോക്കൂ, ബി സ്ക്വയർ 5c² ആണ്. ഇതിൻ്റെ മീനിങ് എന്താ? 5 ഡിവൈഡ്സ് ബി സ്ക്വയർ, ദെയർഫോർ 5 ഡിവൈഡ്സ് ബി. ഇതും ഏത് തന്നെയാണ്? തിയറം 1.3. അപ്പോൾ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും 1 അല്ലാതെ 5ഉം അതിൻ്റെ ഫാക്ടറായിട്ട് വന്നു എന്നല്ലേ നമുക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ റാഷണൽ നമ്പർ കോപ്രൈം ആണെന്ന് വിചാരിച്ച് പോയത് തെറ്റായില്ലേ? അതാണ് അവിടുത്തെ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് നമ്മളവിടെ എഴുതുക. ഓക്കെ, from this we can understand that A and B have 5 അല്ലേ as their common factor other than 1. അപ്പോൾ നമ്മളുടെ അസംഷൻ റോങ് അല്ലേ? നമ്മൾ കോപ്രൈം ആണെന്നും പറഞ്ഞല്ലേ പോയത്. ഇതാണ് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. സോ അവർ അസംഷൻ ഇസ് wrong, hence square root of 5 is irrational. ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ശരിക്കും നന്നായിട്ട് ഇത് പഠിക്കണം, ബിക്കോസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കോപ്രൈം ആണെന്ന് വിചാരിച്ച് പോയി, ബട്ട് നമുക്ക് മനസ്സിലായി ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും 1 കൂടാതെ 5ഉം അതിൻ്റെ ഫാക്ടറാണെന്നുള്ളത്. അപ്പോൾ നമ്മളുടെ അസംഷൻ റോങ് ആയി. സോ സ്ക്വയർ റൂട്ട് ഓഫ് 5 ഇസ് ഇറാഷണൽ. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. 3 + 2√5 ഇസ് ഇറാഷണൽ. അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. നോക്കൂ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? let us assume that three plus 2√5 is റാഷണൽ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ റാഷണൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? A/B ഫോമിൽ എഴുതാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങളിവിടെ ചെയ്യേണ്ടത് നോക്കൂ, ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ മിക്കവാറും ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുന്നത്, ഗിവൺ ദാറ്റ് √5 ഇസ് ഇറാഷണൽ, ദെൻ പ്രൂവ് ദാറ്റ് 3 + 2√5 ഇസ് ഇറാഷണൽ. അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പം നമ്മൾ ഇതിനെ റാഷണൽ ആണെന്ന് വിചാരിച്ചു. സോ വി ക്യാൻ റൈറ്റ് 3 + 2√5 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? A/B, വെയർ A ആൻഡ് B ആർ, അത് മസ്റ്റായിട്ട് എഴുതണം കേട്ടോ, കോപ്രൈം ആൻഡ് B ≠ 0. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? √5ക്ക് ഒരു റിലേഷൻ എടുക്കുക. അപ്പോൾ 2√5 എന്തായിട്ട് വരും? ഈ 3 ട്രാൻസ്പോസ് ചെയ്യുക. A/B -3 ആയില്ലേ? ഓക്കെ, ഇതിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇങ്ങനെ. അപ്പോൾ A × 1A -3 × B 3B ഡിവൈഡഡ് ബൈ 1 × B is B. ഇങ്ങനെ കിട്ടില്ലേ? അപ്പോൾ നമുക്ക് √5ക്ക് റിലേഷൻ എടുക്കണം. സോ സ്ക്വയർ റൂട്ട് ഓഫ് 5 ഇസ് ഈക്വൽ ടു A - 3B ഡിവൈഡഡ് ബൈ B ഡിവൈഡഡ് ബൈ 2 വരില്ലേ? മനസ്സിലാകാൻ വേണ്ടി എല്ലാ സ്റ്റെപ്പും എഴുതുക. അപ്പോൾ A - 3B ബൈ B ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഇൻറ്റു 1/2. ചില കുട്ടികൾക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. സോ A - 3B ബൈ 2B എന്ന് വന്നില്ലേ? നിങ്ങൾക്ക് ഇവിടെ വെച്ചേ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് അറിയാവുന്ന കുട്ടികൾക്ക്, ചില കുട്ടികൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്, ഞാൻ ഇങ്ങനെ എഴുതിയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ RHS നോക്കിയേ, എയും
3യും ബിയും 2വും എല്ലാം എന്താണ്? ഇൻറ്റിജേഴ്സാണ്. അപ്പോൾ ഇതെല്ലാം ഇൻറ്റിജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു റാഷണൽ നമ്പർ ആയില്ലേ? ഇത് റാഷണൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ √5ഉം എന്താകും? റാഷണൽ നമ്പർ. പക്ഷേ നമ്മൾ √5 ഇറാഷണൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊരു കോൺട്രഡിക്ഷൻ ആണ് അല്ലേ? അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ സിൻസ് A, 3, 2, B are integers, therefore A minus 3B divided by 2B is rational. Then square root of 5 is also rational because ഇതിന് ഈക്വൽ ആണല്ലേ? അപ്പോൾ അതും റാഷണൽ ആണെന്ന് നമുക്ക് മനസ്സിലാവും. But this contradict the fact that square root of 5 is irrational എന്നുള്ളത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ അതവിടെ എഴുതണം. ബട്ട് ദിസ് കോൺട്രഡിക്ഷൻ അങ്ങനെയാണ് വരുന്നത്. കോൺട്രഡിക്ട്സ് the fact that square root of 5 is irrational. So our assumption is wrong. Assumption PTION assumption is wrong, comma we can say that this number is irrational. Hence ഇതാണ് 3 plus 2 √5 square root of 5 is irrational. ഇങ്ങനെയാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതായത് ഇത് റാഷണൽ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എ ആൻഡ് ബി ആർ കോപ്രൈമാണ്. അത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എന്നിട്ട് √5ന് റിലേഷൻ എടുക്കുക. അപ്പോൾ √5 വി ഗെറ്റ് a minus 3b by 2b. But we know that aയും 3യും b 2 are integers. So this number is a rational number. ഈ നമ്പർ റാഷണൽ ആണെന്നുണ്ടെങ്കിൽ √5 ഓൾസോ റാഷണൽ വരും. ബട്ട് വി നോ ദാറ്റ് √5 ഇസ് ഇറാഷണൽ ആണ്. സോ ദിസ് കോൺട്രഡിക്റ്റ് ദ ഫാക്ട് ദാറ്റ് √5 is irrational. That means our assumption is wrong ആണ്. So we can conclude that 3 plus 2 √5 is irrational. മനസ്സിലായല്ലോ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 1/√2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, തേർഡിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/√2. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതും അതുപോലെ തന്നെയാണ്. നമ്മൾ അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. ലെറ്റ് us assume that 1/√2 is rational. 1/√2 rational ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? then we can write √2 equal to a by b. √2 അല്ലല്ലോ, 1/√2 equal to a by b, where a and b are coprime. ഇത് മസ്റ്റായിട്ട് എഴുതണം കേട്ടോ. and b not equal to 0. ഓക്കെ, അതെഴുതി. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? √2ന് റിലേഷൻ എടുക്കുക. ഓക്കെ, ഇവിടെ എഴുതാനൊരു കംഫർട്ട് വരുന്നില്ല. അപ്പോൾ 1/√2 ആണ് a by b എങ്കിൽ √2 എന്ത് വരും? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തപ്പോൾ b/a ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ബിയും ഇൻറ്റിജറാണ്, എയും ഇൻറ്റിജറാണ്. ബിക്കോസ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, p/q ഫോമിൽ എഴുതുന്ന നമ്പറിൽ p ആൻഡ് q ആർ ഇൻറ്റിജേഴ്സാണ്. അപ്പോൾ ബിയും എയും ഇൻറ്റിജറാണെന്നുണ്ടെങ്കിൽ ഇതെന്തായി? ഒരു റാഷണൽ നമ്പറായി. അങ്ങനെയാണെങ്കിൽ √2 എന്താകും? റാഷണൽ ആകും. അപ്പോൾ അത്രയും എഴുതിയാൽ മതി. സിൻസ് a, b ആർ integers, then b divided by a is rational. Therefore, so √2 is also rational. Okay, അപ്പോൾ √2 rational, but we know that √2 is irrational. But this contradicts the fact that √2 is irrational. ഈ കോൺട്രഡിക്ഷൻ എങ്ങനെയാണ് വന്നത്? നമ്മളുടെ റോങ് അസംഷൻ കൊണ്ടാണ് അല്ലേ? സോ
Therefore, our assumption is wrong. Hence, 1 by root 2 is irrational. Okay. See, നമ്മുടെ അടുത്ത നമ്പർ ഇതാണ് 7√5. ഇത് അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുക. ലെറ്റ് us assume that 7√5 is rational. അപ്പോൾ ഇത് റാഷണൽ ആണെങ്കിൽ നമുക്ക് ഇവനെ എങ്ങനെ എഴുതാം? a/b ഫോമിൽ എഴുതാം. then 7√5 is equal to a divided by b, where a and b are co-prime and b not equal to 0. അതറിയാമല്ലോ, ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല, ബിക്കോസ് ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് √5ന് റിലേഷൻ എടുക്കുക. അപ്പോൾ 7√5 a/b ആണെങ്കിൽ √5 എന്ത് വരും? a/b ഡിവൈഡഡ് ബൈ 7 അല്ലേ? ഓക്കെ, 7 മീൻസ് 7/1. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. a/b ഇൻറ്റു 1/7. ഇനി ഇതിൽ സിമ്പിൾ പറഞ്ഞുതരാൻ പറ്റില്ല കേട്ടോ, അറിയാവുന്ന കുട്ടികൾ ഡയറക്റ്റ് എഴുതിക്കൊള്ളണം. സോ ഇറ്റ് ഈസ് a ഡിവൈഡഡ് ബൈ 7b എന്ന് നമുക്ക് കിട്ടും. നോക്കൂ, എയും 7ഉം ബിയും ഇൻറ്റിജേഴ്സ് അല്ലേ? സോ ദിസ് a divided by 7b is rational. അപ്പോൾ we can write since a, 7, b are integers, therefore a divided by 7b is rational, and so square root of 5 is also rational, and so square root of 5 is also rational. അങ്ങനെയല്ലേ വരുള്ളൂ. RHS റാഷണൽ ആണെങ്കിൽ LHSും റാഷണൽ ആണ്. ബട്ട് √5 ഇറാഷണൽ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇതൊരു കോൺട്രഡിക്ഷൻ ആണ് അല്ലേ? സോ വി ക്യാൻ റൈറ്റ്, ബട്ട് ദിസ് കോൺട്രഡിക്ട് ദ ഫാക്ട് ദാറ്റ് square root of 5 is irrational. ഓക്കെ, അപ്പോൾ ഇത് ഇറാഷണൽ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതൊരു കോൺട്രഡിക്ഷനാണ്. അപ്പോൾ ഈ കോൺട്രഡിക്ഷൻ എന്തുകൊണ്ട് വന്നു? ബിക്കോസ് ഓഫ് അവർ റോങ് അസംഷൻ. സോ അവർ അസംഷൻ ഇസ് wrong. So we can conclude that 7√5 is irrational, or you can write hence 7√5 is irrational. Okay, എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? സി, ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. 6 + √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ അതും അതുപോലെ തന്നെ ചെയ്യുക. എങ്ങനെ എഴുതണം? let us assume that 6 + √2 is rational. അങ്ങനെയാണെങ്കിൽ this can be written as a/b, where a and b are co-prime and b not equal to 0. ഓക്കെ, നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. ഇനി ഇവിടുന്ന് √2ന് റിലേഷൻ എടുക്കുക. അപ്പോൾ 6 + √2 = a/b. നോക്കൂ, √2ന് റിലേഷൻ എടുക്കുമ്പോൾ 6നെ ട്രാൻസ്പോസ് ചെയ്യുക. √2 = a/b - 6 ആയില്ലേ? ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു a - 6b ഡിവൈഡഡ് ബൈ b എന്ന് കിട്ടിയില്ലേ? ഇവിടെ നോക്കൂ, എയും 6ഉം ബിയും എല്ലാം ഇൻറ്റിജേഴ്സാണ്. ഒരു ഇൻറ്റിജറിൽ നിന്ന് ഒരു ഇൻറ്റിജർ മൈനസ് ചെയ്താലും ഇൻറ്റിജർ തന്നെയല്ലേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സിൻസ് a, 6, b, ഇത് 6 are integers, therefore so a - 6b divided by b is rational. ഓക്കെ, അപ്പോൾ ഇത് റാഷണൽ ആണെന്നുണ്ടെങ്കിൽ √2ഉം എന്താകും? റാഷണൽ ആകും.
and so root 2 is also rational. You can write it on your own sentences, but point correct ആയിരിക്കും. ഓക്കെ, അപ്പോൾ പക്ഷേ ഇത് റാഷണൽ അല്ല, ഇറാഷണൽ ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതെന്താണൊരു കോൺട്രഡിക്ഷനാണ് ബിക്കോസ് ഓഫ് അവർ റോങ് അസംഷൻ. അപ്പോൾ ദിസ് കോൺട്രഡിക്റ്റ് ദ ഫാക്ട് ദാറ്റ് എന്തെന്ന് എഴുതണം, റൂട്ട് 2 ഈസ് ഇറാഷണൽ. ബട്ട് ദിസ് കോൺട്രഡിക്റ്റ് the fact that square root of 2 is irrational. ഓക്കെ, അപ്പോൾ ഈ കോൺട്രഡിക്ഷൻ വന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ റോങ് അസംഷൻ കൊണ്ടാണ്. സോ അവർ അസംഷൻ ഇസ് റോങ്. So root 2, this number 6 plus root 2 is irrational. Hence എഴുതിയാലും മതി, 6 കാണാം plus root 2 is irrational. ഈ മെത്തേഡിലാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇതുപോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അറിയിച്ചാൽ ഞാനത് അപ്ലോഡ് ചെയ്ത് തരാം. ഓൾറെഡി ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 2 years മുന്നേ, പക്ഷേ അത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, അപ്പോൾ കുറച്ച് അന്നത്തെ ഫോൺ അത്ര ക്ലാരിറ്റി ഉണ്ടായില്ല, അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും ഞാൻ ചെയ്യണത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.